എനിക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു തോട്ട്, എനിക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ബേസിക് ഐഡിയ ഉണ്ട് എന്നുള്ളതാണ്. നോട്ട് അബൌട്ട് കോച്ചിങ്, പക്ഷേ ഈ കോച്ചിങ്ങിന്റെ ഒരു ബിസിനസ് സൈഡിൽ എനിക്കൊരു ബേസിക് ഐഡിയ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പോലും എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ഉള്ളൊരു നോളജ് എനിക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലായത് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. ലൈക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ചെയ്യുന്നു, അതൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതങ്ങനെ പോയി കഴിഞ്ഞാൽ എനിബഡി ക്യാൻ റീച്ച് ദർ, നോട്ട് ലക്ക് ഓർ എനിത്തിങ്. അതൊന്നല്ല. ഇപ്പൊ നമ്മുടെ കോച്ചിങ്, നമ്മുടെ കയ്യിൽ എത്ര വാല്യൂബിൾ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിലും അതിനൊരു പ്രോപ്പർ സ്ട്രക്ചറിലൂടെ ബിസിനസ് എന്നുള്ളൊരു ഇതിലൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ആളുകളിലേക്ക് എത്താനും ഒരുപാട് ആളുകളെ സെർവ് ചെയ്യാനും പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരു ബിസിനസ് സൈഡിൽ എനിക്ക് നോളജ് വളരെ കുറവായിരുന്നു. എങ്ങനെ ആളുകളിലേക്ക് എത്തണം, എനിക്ക് മെയിൻ ആയിട്ട് ഇവിടുന്ന് കിട്ടിയൊരു സംഭവം എങ്ങനെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യണം ആസ് എ കോച്ച്. ആ ഒരു ബിസിനസ് സൈഡിൽ എങ്ങനെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് പ്രോപ്പർലി ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എന്താ പറയാ, അത് പ്രാക്ടിക്കലി വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരു 1 മന്ത് കൊണ്ടാണ് 4K to 10K ആയത് എൻ്റെ അക്കൗണ്ട്. ഇറ്റ്സ് നോട്ട് ലക്ക് ഓർ എനിത്തിങ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, ഇപ്പം ഈവൺ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യമാണെങ്കിലും അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അത് എങ്ങനെയൊക്കെ ചെയ്യണം, പ്രസന്റ് ചെയ്യണം, അതിന്റെ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അതിന്റെ ഒരു ഫോർമാറ്റ് അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായത് ഇവിടെ നിന്നാണ്. അപ്പം ഇവിടുന്ന് ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലൊരു ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് ചെയ്യാനുള്ളൊരു ധൈര്യം തരണം. ഓക്കെ, ഫറൂഖ് സാർ പറഞ്ഞ കാര്യമാണല്ലോ, പിന്നെ അത് അങ്ങനെ തന്നെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒറ്റക്കാണ് ഈ ഒരു ജേർണിയിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഞാൻ അതേപോലെ ചെയ്യൂലായിരുന്നു. ഈവൻ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന, കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുന്ന കുറേ ഫേസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ സാർ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എനിക്ക് സെൽഫില് എനിക്ക് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ഓക്കെ സാറ് പറഞ്ഞതാണല്ലോ എന്നങ്ങനെ ചെയ്യാന്നുള്ളതിൽ വേറെ ഒന്നും ആലോചിക്കാതെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ആ ഒരു ട്രസ്റ്റ് അവിടെ ഫീൽ ചെയ്യാൻ കാരണം നമുക്കിത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്, വിസിബിൾ ആണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളതും കൂടാണ്. പിന്നെ നമുക്ക് എന്ത് പേഴ്സണൽ ഗൈഡൻസ് കാര്യങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ദ ജേർണി സാറിന്റെ സപ്പോർട്ട് ഭയങ്കര. അപ്പൊ അതുകൊണ്ടും കൂടാണ് എൻ്റെ ഈ ഒരു ജേർണി ഇങ്ങനെ സ്മൂത്ത് ആയി പോയത്. ഈ ഒരു 1 മന്ത് കൊണ്ട് 1 lakh earn ചെയ്യാൻ പറ്റിയത് എല്ലാതും. പിന്നെ ക്ലയൻസ് വരുന്നതാണെങ്കിലും എൻക്വയറീസ് വരുന്നതാണെങ്കിലും നല്ല രീതിക്ക് എൻക്വയറി ഫ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മൾ ആ പ്രോപ്പർ വേയിലൂടെ വീഡിയോസ് പ്രസന്റ് ചെയ്തുകൊണ്ടും കൂടാണ്. എനിക്ക് മെയിൻ ആയിട്ട് എൻക്വയറീസ് വരുന്നത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അത് സാർ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതിന്റെ സ്ട്രക്ചർ മാറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് മാറ്റിയപ്പോൾ തന്നെ നമുക്ക് വരുന്ന റിസൾട്ടിൽ വലിയ ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ എന്നെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫറൂഖ് സാറിന്റെ ക്ലാസ് എങ്ങനെ. അപ്പൊ ഞാൻ അവർക്ക് ഷുവറായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയുന്നതാണ്, കാരണം നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ളത് അറിയാമെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ചില ഏരിയാസ് അങ്ങനെ ഉണ്ടെന്ന് പോലും നമുക്കൊരു അവയർനെസ് ഉണ്ടാവില്ല. അപ്പൊ അതിലൊക്കെ ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ കയ്യിൽ അത്രയും വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നോളേജ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, അതിന്റെ ഒരു ബിസിനസ് സൈഡും കൂടെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഇവിടുന്ന് എന്താ പറയാ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സാർ തരുന്നുണ്ട് എന്നുള്ളത് കൂടാണ്. എന്തായാലും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് കൂടുതൽ ഞാൻ ഈ ഒരു ജേർണിനെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാ. എന്തായാലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്.